ബാലൻ ദ ബോയ് എന്ന് പറഞ്ഞിട്ടുള്ള സിനിമ കണ്ടിട്ടുള്ള എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ് എന്തുകൊണ്ട് ബാലൻ്റെ അമ്മ ഒരുപാട് സമയം ഉണ്ടായിട്ടും ബാലനെ തൻ്റെ കൂടെ കൂട്ടിയിട്ട് പോയില്ല. അതുകൊണ്ടല്ലേ ബാലന് പിന്നെ ടൊവിനോൻ്റെ കൂടെയൊക്കെ പോകേണ്ടി വന്നിട്ടുള്ളത് എന്നുള്ളത്. ശരിക്കും ബാലൻ്റെ അമ്മയ്ക്ക് അത്ര സമയം ഉണ്ടായിരുന്നോ? നമുക്കൊന്ന് നോക്കി നോക്കാം. ബീന ആൻ്റണീനെ കൊന്നതിന് ശേഷം അവർ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് മക്കൾ വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള കോൾ വരുന്നത്. അപ്പം സമയം കാണിക്കുന്നുണ്ട്, 4 മണിയാണ് സമയം കാണിക്കുന്നത്. അപ്പോൾ അതേ സമയത്ത് തന്നെയാണ് ബാലൻ സ്കൂൾ വിടുന്നത്. അവർ വരുന്നവരെ വെയിറ്റ് ചെയ്ത് ഭ്രാന്തിയുടെ കയ്യിൽ തോക്ക് പിടിച്ചേൽപ്പിച്ച് അവർ തിരിച്ചു പോകുമ്പോൾ ഓൾറെഡി ബാലൻ അവിടെ എത്തിയിട്ടുണ്ടാവും ബസ് സ്റ്റോപ്പിൽ. സോ ഈ ബസ് സ്റ്റോപ്പും വീടും തമ്മിലുള്ള ദൂരം നമുക്ക് ഓൾറെഡി മുന്നേ കാണിക്കുന്നുണ്ട്. ഒരുപാട് ദൂരം അവർ സഞ്ചരിച്ചിട്ടാണ് ബാലനെ ബസ് കയറ്റി വിടുന്നതും അവിടുന്ന് കൂട്ടിക്കൊണ്ടുവരുന്നതും. അവർ ഓടിപ്പിടിച്ച് അവിടെ എത്തുമ്പോഴേക്കും ബാലൻ അവിടെ ഓൾറെഡി ഉണ്ടാവും. ഒരു പക്ഷേ അവൻ്റെ ചുറ്റും ആൾക്കാർ കൂടിയിട്ടും ഉണ്ടാവും. സോ ഈ ഒരു സമയത്ത് തൻ്റെ മോനാണെന്നൊക്കെ തെളിയിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ അവർ വീണ്ടും കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോവുകയുള്ളൂ. സോ അതുകൊണ്ടായിരിക്കും മോനെ അവർ കണ്ടിട്ടും രക്ഷിച്ച് കൊണ്ടുപോകാൻ സാധിക്കാഞ്ഞത്. പിന്നെ ഈ ഒരു വീടും ആ ഒരു ബസ് സ്റ്റോപ്പും നമ്മൾ റെഫറൻസ്, അതായത് അത്രയും ദൂരം ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടി സംവിധായകൻ ഇതിൽ വേറെ സാധനം കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഈ പവിത്രൻ ഈ കേസ് അന്വേഷിച്ച് വരുന്ന സമയത്ത് ഈ ഒരു ബംഗ്ലാവിൻ്റെ അടുത്തെത്തുകയും അവിടെ ഓൾറെഡി മറ്റു സ്റ്റേഷനിൽ ഒരു പോലീസുകാരുണ്ട്. എന്നിട്ട് ഇവർ തമ്മിലൊരു സംസാരമുണ്ട്. നീ ഓൾറെഡി ഞങ്ങൾക്കൊരു മർഡർ കേസ് കിട്ടി, അപ്പോൾ ഞങ്ങളുടെ സ്റ്റേഷനിൽ സഹകരണ ബാങ്ക് കൊള്ളയടിച്ചൊരു കേസാണ് ഉള്ളതെന്ന്. സോ ഇത് രണ്ടും 2 സ്റ്റേഷൻ പരിധിയിലാണ്. സോ ഓൾമോസ്റ്റ് ഈ 2 പോയിന്റുകൾ, ഈ ഒരു ബസ് സ്റ്റോപ്പും വീടും നമ്മളെ ദൂരം വളരെ കൂടുതലാണെന്ന് നമുക്ക് മനസ്സിലാക്കാം അതിൽ നിന്ന്. എനിക്ക് തോന്നിയിട്ടുള്ള ഒരു ലോജിക്കൽ എക്സ്പ്ലനേഷൻ ആണിത്. നിങ്ങളുടെ മൈൻഡിൽ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ഇതിൽ എന്തെങ്കിലും ഇറഗുലാരിറ്റി ഉണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക.